പക്ഷെ രാഹുൽ ഈശ്വർ നോക്കൂ, ഇതിപ്പോൾ ഒൻപതംഗ ബെഞ്ച്, ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ബെഞ്ച് ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കട്ടെ. What is the scope and extent of judicial review with regard to religious practice as referred to in Article 25 in Constitution of India? What is the scope and extent of the word morality under Article 25 and 26 of the Constitution of India, and whether it is meant to include constitutional morality? ഇതൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ആയിട്ട് കോടതി പരിഗണിക്കല്ലേ, വരട്ടെ. അഭിലാഷ്, രണ്ട് വരികയേ ഉള്ളൂ. ആദ്യം ശ്രീപത്മനാഭൻജി അദ്ദേഹത്തിന് ഒരു സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. വളരെ കുറച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിന്റെ വിധി തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. അതിലിപ്പം ഞാൻ കേട്ട ശ്രീപത്മനാഭന്റെ വാക്കുകൾക്ക് ഒരു സാധാരണ അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. ആ ധൈര്യത്തോടെ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് നമ്മൾ പറയണം, ആ 5 അംഗ ബെഞ്ചിന്റെ വിധിന്യായം തെറ്റാണ്, യാതൊരു സംശയവും ഇല്ല. അത് ആദ്യമായിട്ട് ഞാൻ അഭിലാഷിന്റെ ചർച്ചയിലാണ് പറഞ്ഞത്. അതിപ്പോഴും ഇരിപ്പുണ്ട്. അത് ഇനിയും വീട്ടിൽ പറഞ്ഞാൽ കോടതി ഇലക്ഷൻ ആവുന്നുള്ളൂ ഞാൻ പറയുന്നില്ല. ഇനി ഒരു ബന്ധവുമില്ലാത്ത, ഒരു വരി കൂടെ എടുക്കുള്ളൂ, ഒരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ് കൊണ്ടിരുന്നത്. സതി, അൺടച്ചബിലിറ്റി, അതിന് കൃത്യമായി നമ്മളല്ല, ഹൈക്കോടതി 1991 മറുപടി പറഞ്ഞിട്ടുണ്ട്. എസ് മഹേന്ദ്രൻ വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. അതിൽ കേരള ഹൈക്കോടതി പറയുന്നു, ശബരിമലയിൽ ചരിത്രാതീതമായ കാലം മുതൽ അൺടച്ചബിലിറ്റി നിലനിന്നിരുന്നില്ല, ജാതീയത ഉണ്ടായിരുന്നില്ല, വർഗീയത ഉണ്ടായിരുന്നില്ല. ശബരിമലയിൽ എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുമായിരുന്നു. ഓർക്കണം, 1991 നമ്മുടെ ഹൈക്കോടതി പറയുകയാണ്, ഹിന്ദുക്കളിലെ ചില വിഭാഗങ്ങളെ ചില അമ്പലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കാലത്ത് പോലും ശബരിമലയിൽ എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു, എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്തിയിരുന്നു. ഇത് ഹൈക്കോടതിയുടെ വെർഡിക്റ്റ് ആണ്. ശബരിമലയിൽ ഒരു പ്രായ നിയന്ത്രണമുണ്ട്. സ്ത്രീകൾക്ക് എവിടെയാ വിവേചനം? ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശബരിമലയിൽ വരുന്നത്, 10-ന് താഴെയും 50 വയസ്സിന് മേളിലും. ഈ വിഷയം മറച്ചുവെച്ച്, ബോധപൂർവം മറച്ചുവെച്ച്, ഇതൊരു ഏജ് റെഗുലേഷന്റെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള വിഷയം മറച്ചുവെച്ച് ഇവർ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ചിന്താധാരയുടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ മാതൃഭൂമിയുടെ തലക്കെട്ട് പോലും എന്താ? വിശ്വാസമോ ഭരണഘടനയോ? അങ്ങനെയല്ല, ഭരണഘടന അനുവദിക്കുന്ന വിശ്വാസമാണിത്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എന്ന പവിത്രമായ കാര്യം നമുക്ക് നൽകുന്ന ആർട്ടിക്കിൾ 25ഉം 26ഉം പ്രൊട്ടക്ട് ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടൊരു ബിലീഫ് സിസ്റ്റമാണ്. ഇതിന്റെ അടിസ്ഥാനം നേരത്തെ ശ്രീ രാജേഷ് പറഞ്ഞ പോലെ, നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞതുപോലെ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന DT കോൺസെപ്റ്റ് ആണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇതൊക്കെ മറച്ചു വെച്ച് തീവ്ര ഫെമിനിസ്റ്റ് വാദഗതി ഇതിലേക്ക് കുത്തിക്കയറ്റാനാണ് ചില ആൾക്കാർ നോക്കിയത്. അവർക്കാണ് തിരിച്ചടി കിട്ടിയത്. കോടതി എന്താണ് തീരുമാനിക്കുന്നത് നോക്കാം.